നാളെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് മുണ്ടിയരിമയിൽ ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല തീർക്കും. സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരിവിരുദ്ധ പട്ടം കോളനി എന്ന സന്ദേശമുയർത്തിയാണ് മനുഷ്യ ചങ്ങല തീർക്കുന്നത്. അതേസമയം നാളെ നടക്കുന്ന സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം സപ്തതി ആഘോഷത്തിന്റെ തിരക്കിലാണ്. ഇതിന്റെ ആദ്യപടിയായി നാളെ രാവിലെ 10:30 നൂറുകണക്കിന് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല തീർക്കും. 6 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സ്കൂൾ ക്യാമ്പസ് പൂർണ്ണമായും ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയ്ക്കുള്ളിൽ ആകും. ഇതിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനവും നടക്കും. ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. കർഷകരെ കുടിയിരുത്തി ചരിത്രം സൃഷ്ടിച്ച കല്ലാർ പട്ടം കോളനിയിലെ ആദ്യത്തെ വിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാം വാർഷികാഘോഷത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ലഹരിക്കെതിരെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള മനുഷ്യ ചങ്ങല സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നാട്ടുകാരും ചേർന്ന് ഇവിടെ മനുഷ്യ ചങ്ങല ആരംഭിക്കും. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കും. അതിനുശേഷം 2 മണിക്ക് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ 70ാം വാർഷിക ആഘോഷം സപ്തതി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നിലനിൽക്കുന്ന പരിപാടി മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ ബഹുമാന്യനായ MLA ശ്രീ MM മണി അവർ അടക്കം ഉള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. PTA പ്രസിഡന്റും ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ രമേശ് കൃഷ്ണൻ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പ്രകാശനവും അതിനോടനുബന്ധിച്ചുള്ള അവതരണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നതാണ്. പൊതുസമ്മേളനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് പ്രശസ്തമായ ശാസ്താംകോട്ട കനൽ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ കലാവിരുന്ന് ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ രമേശ് കൃഷ്ണൻ, വിജയൻ പിള്ള, ഷെലോങ്, ജോൺ മാത്യു, ജോമൻ താന്നിക്കൽ, അജീഷ് കല്ലാർ, റസാഖ് മൗലവി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.